ഞങ്ങളുടെ വീടിന്റെ മുമ്പിലുള്ള ഒരു ചെറിയ തോടിന്റെ അടുത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കടവുണ്ട് കേട്ടോ, ഇത് കാണിച്ചു തരാവേ. ഇതെല്ലാം മീനൊക്കെ ഉണ്ട്. ഓമനെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നു വരാലിനെ പിടിക്കും മീൻ ചൂണ്ടയിട്ട്. ഇത് കണ്ടോ? ആ അതെ 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 ഉണ്ടേ, ഇതേ അനങ്ങുന്നുണ്ട്. ഇതുണ്ടോ? അനങ്ങുന്നുണ്ടോ? ഇതിൻ്റെ മീനൊക്കെ വെട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അങ്ങോട്ട് നോക്ക്, ഇത് ഞങ്ങളുടെ ഒരു കടവ്. നേരത്തെ ഞങ്ങൾ ഇവിടെ തുണിയൊക്കെ അലക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ വെള്ളം കൊള്ളുകയില്ല. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒത്തിരി നല്ല വെള്ളം വരും. അന്നേരമൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴുകാം. പക്ഷേ ഇത് നമുക്ക് കഴുകാനൊന്നും പറ്റുകയില്ല. തുണി വെള്ളമുണ്ട്, പാഴിയൊക്കെ പിടിച്ച് ആകെ ചെടിയൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. ഒരു ചെമ്പരത്തിപ്പൂ, ഇതുകൊണ്ട് ചെമ്പരത്തിപ്പൂവ്. ഞാനിവിടെ ഒന്ന് ഇരിക്കട്ടെ. ഞാനിരുന്നിട്ട് ദേ ചെമ്പരത്തിയുടെ പൂവ് കാണിച്ചു തരാം. എന്താ വേണ്ടേ? ഇത് കണ്ടോ? എന്താ ചെമ്പരത്തിപ്പൂ? ഇതിൻ്റെ മുട്ട്. ഇത് മുടി വളരാൻ നല്ലതാട്ടോ ചെമ്പരത്തിപ്പൂവ്. മുടി വളർച്ചയ്ക്ക് നല്ല പൂവാണിത്. മുടി വളരാൻ വേണ്ടി വെളിച്ചെണ്ണയ്ക്കകത്ത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഉണക്കി പൊടിച്ചതൊക്കെ ചേർക്കും. ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാവേ ഇതിൻ്റെ അകത്ത്. പിന്നെ ചെറിയ ചെറിയ മീനിൻ്റെ നമ്മളെയൊക്കെ വെട്ടുന്നു. കുഞ്ഞുങ്ങളെ കാണാം, കുഞ്ഞുങ്ങൾ. വലിയതൊക്കെ ഉണ്ട് അടിയിൽ. അത് 2 വർഷമായി. നിർത്തി. 2 വർഷമായി. അത് കാരണം മേലെ കട്ടിപ്പണിയൊന്നും ചെയ്യാൻ മേല. വലിയ കട്ടിപ്പണിയൊന്നും ഇല്ല, മെച്ചമൊന്നുമില്ല. ഇത് മുട്ടയ്ക്ക് 7 രൂപയ്ക്ക് മുട്ട കൊടുത്ത തീറ്റയ്ക്കൊക്കെ ഭയങ്കര വില, വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല. അത് കാരണം അതിനെയൊക്കെ കൊടുത്തു. നമുക്ക് കഷ്ടപ്പെടാൻ കഷ്ടപ്പാടേ മിച്ചമുള്ളു പറയുക. എല്ലാവർക്കും അങ്ങനെ വീട്ടിൽ അവിടെ അടുക്കള പണി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അത് തന്നെ. ഇനിയിപ്പം സണ്ണിച്ചനാണ് ഇറങ്ങി വരുന്നത്. അകത്തെ പണി ഏകദേശമൊക്കെ തീർന്നോ? കട്ടൻ പണി അല്ലേ? മീനെ കരിമീൻ കിട്ടിയാന്ന് ചെത്തിക്കാൻ ഇന്നലെ കിട്ടിയത്. ഈ കടവിൽ ഇങ്ങനെ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ വന്നിരുന്നാലുണ്ടല്ലോ എന്നാ സുഖാന്നറിയാവോ. ഇവിടെ പ്രകൃതിയോട് ചേർന്ന് ഇവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് റിലാക്സ് ആയിട്ടിരിക്കാൻ നല്ല സുഖമാണ് ഇവിടെ ഇരുന്നിട്ട്. വഴി കൂടെ പോണ വണ്ടികൾ പോണതും ഒക്കെ കാണാം. റോഡിൽ കൂടെ ഓട്ടോറിക്ഷ വരുന്നു, ബസ് വരുന്നു, കാഴ്ചകളും കാണാം. വഴി കൂടെ പോണവരോട് വർത്താനവും പറയാം. അതേ അടുത്തതേ വണ്ടി വരുന്നു, കാറ് വരുന്നു, അതേ വരുന്നു. നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് മീൻ ഇതിൽ നടക്കുന്നത് കാണാം, തുമ്പി പറക്കുന്നത് കാണാം. നല്ല സുഖം ഇവിടെ ഇരുന്നിട്ട്. നിങ്ങൾ വരുന്നുണ്ടോ ഇങ്ങോട്ട്? വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ എന്ത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ സ്ഥലം എന്ന്. അടുത്ത ഓട്ടോറിക്ഷ വരുന്നു. ഇതേ നോക്ക്, അടുത്ത ഓട്ടോറിക്ഷ വന്നു തുടങ്ങി. കേട്ടിട്ടങ്ങ് പോയി. ചെറുതാ അത് വരാനാന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയി. പൂഞ്ഞാനെ മീൻ കുഞ്ഞുങ്ങൾ നടക്കാനാണ് മീന്. ഞാനിന്ന് കടവിൽ നിന്ന് അകത്തേക്ക് കയറുകയാണ്. ഇനി ഞങ്ങളുടെ വീടിൻ്റെ
ഫ്രണ്ട് വശത്തുള്ള ഈ തോടിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഭാഗം കാണിക്കാം. ബാ എൻ്റെ കൂടെ പോരെ. എടുക്കുന്നുണ്ടോ? എടുത്തോണ്ടിരിക്കും. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് വശത്ത് ചെറിയൊരു ഇത് പാലത്തേക്കൂടെ ഇപ്പറേ കടന്നു. ഇത് കണ്ടോ, നല്ല സ്ഥലമല്ലേ ഇത്. ഇതാണ് ഇല്ലി. ഇല്ലി ഇതുണ്ടോ, ഇതിന് പേര് ഇല്ലി. ഇല്ലിയാണ് ഇവിടെ ഇല്ലി. മുള എന്ന് പറയും, മുള. ആ ഇതാണിത്. ഇതിപ്പോൾ ആകെ വെള്ളമൊക്കെ കണ്ടോ. ഇത് ശരി നല്ല വെള്ളമല്ല ഇത്. ഇതിപ്പോൾ ജനുവരി അല്ലേ, ഇനിയിപ്പോൾ മഴ പെയ്ത് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ മഴ പെയ്ത് നന്നായിട്ട് ക്ലിയർ ആവും ഈ വെള്ളം, നല്ല ഒഴുക്ക് വരും. ഇതെന്നാ ഇത് ചെളിവെള്ളം പോലെ കിടക്കും അല്ലേ. അപ്പോൾ ജൂണൊക്കെ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആവും. അതെ ഇത് നോക്ക്, അങ്ങ് കാണിക്കണം, അങ്ങ് അറ്റം വരെ കാണിക്കണം കേട്ടോ. ഇങ്ങനെ എത്തുമ്പോൾ ഈ വെള്ളം നമ്മുടെ ആ ആദ്യം കാണിച്ച ആ തോടിയിൽ നിന്ന് വരുന്ന റോഡാണ് ഇതിൽ, ഈ വശത്തോട് തോടിയിൽ നിന്ന്. ആ തോടിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇതിൽ വലിയ വരാലും ഒക്കെ ഉണ്ട് കേട്ടോ, വലിയ മീനുകളൊക്കെ ഉണ്ട്. ചൂണ്ടയിട്ടാൽ കിട്ടും. ഇതൊരു വണ്ട് പറന്ന് കിടക്കും, ഭയങ്കര വലിയ വണ്ട്. നോക്ക്, കരിവണ്ടെന്ന് പറയും. കരിവണ്ട്. ആ മറ്റ വന്നിരിക്കാൻ പറക്കുന്നതാണ്. ഇന്ന് മാറി വയ്ക്കും അവിടെ. വലിയ വണ്ടാണല്ലോ അല്ലേ. ഇന്നലത്തെ നമ്മുടെ വീട്ടിലെ വൈകുന്നേരം ഈ വീട് പണിതവർക്കൊക്കെ വേണ്ടി ഒരു പാർട്ടി നടത്തി. പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിന് ആൾക്കാർ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണിത്. അതിൻ്റെ പാത്രം അത്